ഇന്നലെ രാത്രി ആയപ്പോൾ തന്നെ നമ്മുടെ ഗ്യാസിനൊരു തീരുമാനമായിട്ടോ. ഗ്യാസ് തീർന്നു. അപ്പോൾ രാവിലെ ഞാൻ ഇഡ്ഡലിയും ചട്നിയും എങ്ങനെയൊക്കെയോ ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുന്ന ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ നൈനുവിനെ പറഞ്ഞു വിട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് എടുക്കാൻ കൊടുത്തു, പക്ഷേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞ് കിട്ടുമ്പോൾ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ചും നമ്മൾ ഇൻഡക്ഷനിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഞാൻ ഈ ചോറ് നമ്മളൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ റൈസ് കുക്കറിലൊന്ന് ഇറക്കി വെക്കും. പിന്നെ ക്യാബേജ് തോരൻ വെച്ചു. ക്യാബേജ് തോരനും ഇൻഡക്ഷനിൽ വെക്കാൻ ഒരു വലിയ ചട്ടിയാണുള്ളൂ. ആ വലിയ ചട്ടിയിൽ കുറച്ച് ക്യാബേജ് തോരനും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ചെറുപയർ ഒന്ന് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുക്കറും ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു 3:30 ആയപ്പോഴേക്കും നൈനുക്കുട്ടി വന്നു കേട്ടോ. നൈനുക്കുട്ടി വന്നാൽ പിന്നെ അവൾ കുറച്ചിപ്പോൾ ചോറുണ്ണു കേട്ടോ വന്നു കഴിഞ്ഞാൽ. കാരണം അവൾക്ക് നല്ല വിശപ്പാണ്. നമ്മൾ അവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചോറേ ഉണ്ണില്ലായിരുന്നു കേട്ടോ. ഇത് വന്നതും അവൾ ചോറുണ്ണും. അങ്ങനെ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞ് നൈനുവിനെ പഠിപ്പിക്കാൻ ഇരുത്തി. അപ്പോൾ ശരി, ടാറ്റ.